വെൽക്കം ടു NRI വേൾഡ്. പഹൽഗാം ആക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ വ്യോമാതിർത്തി അടച്ചിട്ടത് ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് വൻ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുമെന്ന് റിപ്പോർട്ട്. നഷ്ടം പ്രതിമാസം 307 കോടി രൂപ. ഇന്ധനച്ചെലവിനും പറക്കൽ സമയം വർദ്ധിപ്പിക്കുന്നതിനും ഇത് ഇടയാക്കും. വടക്കേ ഇന്ത്യൻ നഗരങ്ങളിൽ നിന്ന് സർവീസ് നടത്തുന്ന വിമാന കമ്പനികൾക്ക് ആഴ്ചയിൽ അധിക ചെലവ് ഏകദേശം 77 കോടി രൂപ വരും. വ്യോമാതിർത്തി അടച്ചിട്ടതിനാൽ റൂട്ട് മാറ്റുമ്പോൾ 1.5 മണിക്കൂർ വരെ പറക്കൽ സമയം വർദ്ധിക്കും. ഇത് ചെലവ് കൂട്ടും. മധ്യേഷ്യയിലേക്കുള്ള സർവീസുകൾ നിർത്തിവെക്കുന്നതിനും കാരണമായി. അൽമാട്ടിയിലേക്കും താഷ്കണ്ടിലേക്കുമുള്ള സർവീസുകൾ ഇൻഡിഗോ നിർത്തിവെച്ചു. ഡിജിറ്റൽ നൊമാഡ് വിസ അവതരിപ്പിച്ചിരിക്കുകയാണ് ഫിലിപ്പീൻസ്. വിദേശ പ്രൊഫഷണലുകളെയാണ് രാജ്യം ലക്ഷ്യമിടുന്നത്. വിദേശികൾക്ക് ഫിലിപ്പീൻസിലെത്തി 1 വർഷം വരെ രാജ്യത്ത് താമസിക്കാനും ജോലി ചെയ്യാനും അനുവദിക്കുന്നതാണ് പുതിയ വിസ രീതി. ടൂറിസവും സാമ്പത്തിക വളർച്ചയും വർദ്ധിപ്പിക്കുകയെന്നതാണ് ലക്ഷ്യം. ഫിലിപ്പീൻസിന് പുറത്തുനിന്നുള്ള കമ്പനികൾക്ക് വേണ്ടിയാണ് ജോലി ചെയ്യുന്നതെന്ന് അപേക്ഷകർ തെളിയിക്കണം. ആരോഗ്യ ഇൻഷുറൻസ് കൈവശം വെക്കണം. കുറ്റമറ്റ ക്രിമിനൽ റെക്കോർഡ് നിലനിർത്തണം. ഇതൊക്കെയാണ് മറ്റു മാനദണ്ഡങ്ങൾ. വിദേശ സർവകലാശാല സർട്ടിഫിക്കറ്റുകൾക്ക് അംഗീകാരത്തിനുള്ള നടപടിക്രമങ്ങൾ എളുപ്പമാക്കി UAE. ഇനി നടപടികൾ 70% കുറയും. ആവശ്യമായ രേഖകളുടെ എണ്ണം 14 നിന്ന് 4 കുറച്ചു. ഉന്നത വിദ്യാഭ്യാസ ശാസ്ത്ര ഗവേഷണ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് വഴി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് വിദ്യാർത്ഥികൾക്കോ ഉദ്യോഗാർത്ഥികൾക്കോ നേരിട്ട് അപേക്ഷിക്കാനാകും. സർട്ടിഫിക്കറ്റുകളുടെ ആധികാരികത വിദേശ രാജ്യങ്ങളിലെ അക്രഡിറ്റേഷൻ സംവിധാനത്തിന്റെയും സർവകലാശാലയുടെയും അംഗീകാരം തുടങ്ങിയവ പരിശോധിക്കും. ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും. അതാണ് KSFE സ്മാർട്ട് ഗോൾഡ് ഓവർഡ്രാഫ്റ്റ്. ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ. മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കൂ. പരമാവധി 50 ലക്ഷം രൂപ വരെ. അതിവേഗ പ്രോസസിംഗ്. 24/7 സേവനം. ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട, സമയവും നോക്കേണ്ട. KSFE സ്മാർട്ട് ഗോൾഡ് ഓവർഡ്രാഫ്റ്റ്. ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്. ഗൾഫ് മേഖലയിലെ ഔദ്യോഗിക വിവരങ്ങളുമായി NRI ഡെസ്ക്. സൗദിയിൽ വിമാന, ഹറമൈൻ, ട്രെയിൻ ടിക്കറ്റുകൾ ഇനി മുതൽ ഒറ്റ പ്ലാറ്റ്ഫോമിൽ ബുക്ക് ചെയ്യാം. ഫ്ലൈനാസും സൗദി റെയിൽവേയും ഇത് സംബന്ധിച്ച സഹകരണ കരാറിൽ ഒപ്പിട്ടു. ഖത്തറിൽ കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ ഇനി മെട്രാഷ് ആപ്പിലൂടെ അധികൃതരെ അറിയിക്കാം. വിവിധ ഭാഷകളിലായി 200-ലധികം സേവനങ്ങളാണ് ആഭ്യന്തര മന്ത്രാലയം മെട്രാഷിലൂടെ നൽകുന്നത്.
അബുദാബിയിലെ ഹോട്ടലുകളിൽ മുഖം തിരിച്ചറിയൽ സംവിധാനം ഏർപ്പെടുത്തി. അതിഥികളുടെയും ഹോട്ടലുകളുടെയും സുരക്ഷ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. ദുബായ് ഗ്ലോബൽ വില്ലേജിൽ 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ പ്രവേശനം. ഈ ഓഫർ ഗ്ലോബൽ വില്ലേജിന്റെ 29ാം സീസൺ അവസാനിക്കുന്ന മെയ് 11 വരെ ലഭ്യമാണ്. ഷാർജയ്ക്കും ദുബായ്ക്കും പിന്നാലെ അബുദാബിയിലും ബട്ടർഫ്ലൈ ഗാർഡൻ വരുന്നു. അൽഖനയിൽ നാഷണൽ അക്വേറിയത്തിന് സമീപം സെപ്റ്റംബറിൽ ഉദ്യാനം തുറക്കും. 10,000-ലേറെ ചിത്രശലഭങ്ങൾക്ക് ഇവിടെ ആവാസ കേന്ദ്രമൊരുക്കും. NRI വേൾഡ് ഡെസ്റ്റിനേഷൻ, ഒരു ലോക സഞ്ചാരം. കവികളെയും ചിത്രകാരന്മാരെയും മോഹിപ്പിക്കുന്ന ഒരു അഗ്നിപർവ്വതം. റാപ്പർ വേടന്റെ മോഹാലാവയായ മോനലോവ. NRI വേൾഡിൽ അവസാനമായി ഡിഷസ്. പല നാടുകൾ, പല രുചികൾ. കപ്പയും കായയും ചേർന്ന ഫുഫു എന്ന ആഫ്രിക്കൻ വിഭവം.